ഇംഗ്ലീഷ് ക്ലാസ് അഗെയിൻ. അപ്പൊ ഓണം എക്സാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇന്നാണ് കണ്ടുമുട്ടുന്നത്. അപ്പൊ മിസ്സിന്റെ മിസ്സിന്റെ എല്ലാ കുഞ്ഞു പിള്ളേർക്കും സ്വാഗതം വീണ്ടും വീണ്ടും വീണ്ടും. യെസ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് പസിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കറിയാം എന്താണ്, ഇനി നമ്മൾ ക്രിസ്മസ് എക്സാമിലേക്കുള്ള പാഠങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നമ്മൾ തുടങ്ങിയില്ലേ പഠിക്കാനും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിന്റെ ആക്ടിവിറ്റി സെഷനാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മിസ് നമ്മൾ പാഠം എടുത്തിട്ടില്ലല്ലോ. പാഠം നമ്മൾ എളുപ്പെടുക്കും. പാഠം നമ്മൾ ലൈവിൽ വിശദമായിട്ട് മിസ് എന്ത് ചെയ്യും, പഠിപ്പിച്ചു തരും. അതിന് കൂടെ അല്ലെങ്കിൽ ആ പാഠത്തിന്റെ കൂടെ വരുന്ന ചില ആക്ടിവിറ്റീസ് ആണ് മിസ് എന്ത് ചെയ്തത് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം നിങ്ങള്. ആക്ടിവിറ്റി 4 എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെ? ഹു ഈസ് റെഡി ടു കം വിത്ത് മീ? ആരാണ് എന്റെ കൂടെ വരാൻ റെഡി എന്ന് അവിടെ ചോദിക്കുന്നത്. നിങ്ങൾ ആരാണ് മിസ്സിന്റെ കൂടെ വരാൻ റെഡി ഉള്ളത്? ആസ് ദ ഡ്രമ്മർ. ആരാ ചോദിക്കുന്നത്? നമ്മളെ ജംഗിൾ നിന്നും നമ്മുടെ ഡ്രമ്മറാ ചോദിക്കുന്നത്. ഓൾ ദ ആനിമൽസ് ബിഗാൻ ടു ടോക്ക് ലൗഡ്ലി അബൌട്ട് ദംസെൽസ്. ഇത് കേട്ടതും മുഴുവൻ ആനിമൽസും എന്താണ്, എല്ലാവരും ശബ്ദത്തിൽ വിളിച്ച് പറയാൻ തുടങ്ങി, ഞാൻ വരാം, ഞാൻ വരാം, ഐ വിൽ കം, ഐ വിൽ കം എന്നല്ലേ. പക്ഷേ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഹൂ ദേ ആർ. പക്ഷെ നമുക്ക് അറിയില്ല ആരൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. കുറേ ആൾക്കാർ പറഞ്ഞു ഞാൻ വരാം, ഞാൻ വരാം, കളിക്കാൻ എന്നെ കൂട്ടണം, എന്നെ കൂട്ടണം എന്ന് പറയും. പക്ഷേ we don't know, you don't know ആരൊക്കെയാണ് ഡ്രമ്മറിന്റെ അടുത്തേക്ക് വന്നത് എന്നുള്ളത്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ആരാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞത് എന്താണ്, ക്ലൂ തന്നിട്ടുണ്ട്. നിങ്ങളും ഞാനുമാണ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാൻ പോകുന്ന ഒരുമിച്ച്. റെഡി അല്ലേ മിസ്സിന്റെ മക്കളെ? ഓക്കെ, വാട്ട് ഇസ് ദ ഫസ്റ്റ് ഹിന്റ് ഗിവൻ ഹിയർ? ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ ഹിന്റ് എന്താ? ഐ ലൈക്ക് ഹണി. നിങ്ങളും ഞാനും ആണല്ലേ, നമുക്കും പറയാം തേൻ എനിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ. പ്രത്യേകിച്ച് നമുക്ക് ഹണി കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. ഐ ലൈക്ക് ഹണി. എനിക്ക് തേൻ എന്താ ഭയങ്കര ഇഷ്ടം. ഐ ക്യാൻ വാക്ക് ഓൺ 2 legs. നമ്മളും എന്താണ് 2 കാലത്താണ് നടക്കുന്നത്. മൂപ്പരും എന്താ 2 കാലത്താണ് നടക്കുന്നത്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ജംഗിളിൽ നിങ്ങളും ഞാനും ഇല്ലായിരുന്നു, അവിടെ ആനിമൽസ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ അനിമൽസിൽ വെച്ചിട്ട് ഹണി ഇഷ്ടമുള്ളത് ആർക്കാ? 2 കാലിലാണ് നടക്കാം. യെസ്, ആരായിട്ട് വരും? യെസ്, നമുക്കറിയാം ഇതാരാണ്, നമ്മുടെ കരടി അച്ഛൻ അല്ലേ. ഇറ്റ് ഈസ് ദി ബെയർ അല്ലേ, കരടിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ പസിൽ ഇതിവിടെ എഴുതണം. എന്താണ്? ഫസ്റ്റ് ആണ് BEAR, ബെയർ. അപ്പൊ ആർക്കാണ് ഹണി ഇഷ്ടം? കരടിക്കാണ്. നമ്മൾക്ക് ഉത്തരം കിട്ടി. ആദ്യമായിട്ട് വന്നിട്ടുള്ള ആളാരാണ്? നമ്മുടെ കരടിയാണ്. അടുത്തത് നെക്സ്റ്റ് വൺ. ഐ ആം ദ ടോളസ്റ്റ് ആനിമൽ. ഞാനാണ് ഏറ്റവും വലിയ നീളമുള്ള വ്യക്തി. ഇനിയിപ്പോ അവിടെ വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ് ഏറ്റവും നീളമുള്ള ആനിമൽ. ഐ ഹാവ് എ ലോങ് നെക്ക്. എനിക്ക് എന്തുണ്ട്? വലിയൊരു ലോങ് നെക്ക്, നീണ്ടൊരു കഴുത്ത് എനിക്കുണ്ട്. സോ ഐ ആം ദ ടോളസ്റ്റ് ആനിമൽ. ഞാനാണ് ടോളസ്റ്റ് ആനിമൽ ആൻഡ് ഐ ഹാവ് എ ദ ലോങ് നെക്ക്. എനിക്കാണ് ഏറ്റവും കൂടുതൽ നീളമുള്ള കഴുത്ത്. നമുക്കറിയാം ഇറ്റ് ഈസ് ആരാണ്? യെസ്, നമ്മുടെ ജിറാഫ് ആണ്. ജിറാഫ് ആണ്. ജിറാഫ് അല്ലേ അത്? നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ഐ ആം ദ കിങ് ഓഫ് ദി ഫോറസ്റ്റ്. ഐ ക്യാൻ റോർ. ഐ ആം ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ഞാൻ ആരാണ്? കാട്ടിലെ രാജാവാണ്. ആൻഡ് ഐ ക്യാൻ റോർ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ ഡാൻസ് ആൻഡ് ഓൾസോ ഐ ക്യാൻ റോർ. ഹൂ ഇസ് ദാറ്റ്? വി നോ ഇറ്റ് ഈസ് ലയൺ. ഇതാരാണ്? ലയൺ ആണ്. കാട്ടിലെ സിംഹം ആരാ? സോറി, കാട്ടിലെ രാജാവാരാണ്? ഇറ്റ് ഈസ് സിംഹം അല്ലേ, സിംഹം തന്നെയാണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ? യെസ്, ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്. ഞാനാണ് കരയിലെ ഏറ്റവും വലിയ ജീവി. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി നമുക്ക് പറയാൻ പറ്റുമോ? ദാറ്റ് ഈസ് എന്താണ്? ബ്ലൂ വെയിൽ ആണ് അല്ലേ. അപ്പൊ മൂപ്പർ പറയാൻ നമ്മളോട്, ഞാനാണ് കരയിലെ ഏറ്റവും വലിയ ജീവി. ഐ ഹാവ് എ ലോങ് നോസ്. എനിക്ക് എന്തുണ്ട്? നല്ല നീളമുള്ളൊരു മൂക്കുണ്ട്. വി നോ ദാറ്റ്. ഹൂ ഇസ് ദാറ്റ്? യെസ്, ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്ന ആരാണ്? എലിഫന്റ് ആണ്. സോ നമുക്കറിയാം ലാൻഡിലെ ബിഗ്ഗസ്റ്റ് ആനിമൽ ഏതാണ്? ഇറ്റ് ഈസ് എലിഫന്റ്. എലിഫന്റ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ എഴുതണ്ടേ ELEPHANT, elephant. നെക്സ്റ്റ് വൺ, ഐ ക്യാൻ ഹൗൾ. എന്താ ഹൗൾ എന്ന് പറഞ്ഞ? ഈലിയുടെ അല്ലെ, ഇങ്ങനെ എന്ത് ചെയ്യാ? ഈലിയുടെ അല്ലെ, ഓരിയിട. അപ്പൊ ഐ ക്യാൻ ഹൗൾ എന്നാണ് ഇവിടെ ആര് പറയുന്നത്? നെക്സ്റ്റ് ആള് പറയുന്നത്, ക്ലൂ തരുന്നത്.
ആൻഡ് ഐ ആം വെരി കണ്ണിങ്. ഞാൻ ഭയങ്കര കണ്ണിങ് ആണ്, ഭയങ്കര കൗശലക്കാരനാണ്, എനിക്ക് നല്ല കുരുട്ട് ബുദ്ധിയുണ്ട്. ഹൂ ഈസ് ദാറ്റ്? നമ്മൾ പണ്ടേ ചെറുപ്പത്തിൽ സ്റ്റോറി ബുക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ ഒരേ ഒരു ആനിമലിനെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയാ, അവൻ ഭയങ്കര ബുദ്ധിശാലിയായിരുന്നു, കൗശലക്കാരനായിരുന്നു, ഭയങ്കര കണ്ണിങ് ആയിരുന്നു, ഭയങ്കര ക്ലെവർ ആയിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് നൺ അതർ ദാൻ അവർ ഫോക്സ്. നമ്മുടെ ഫോക്സ് ആണ് അല്ലെ. സോ ഇറ്റ് ഈസ് എന്താണ്? ദ ആൻസർ ഇറ്റ് ഈസ് ഫോക്സ്. നോക്കിയേ ഇവിടെ ഫോക്സ് അല്ലേ. നെക്സ്റ്റ് വൺ നോക്കിയേ, ഐ ലുക്ക് ലൈക്ക് എ ഹോഴ്സ്. എന്നെ കാണാൻ കുതിരയെ പോലെയാണ്. ബട്ട് ഐ ഹാവ് സ്ട്രൈപ്സ് ഓൺ മൈ ബോഡി. ബട്ട് ദർ ഇസ് എ ഡിഫറൻസ്. അവിടെ ഒരു മാറ്റമുണ്ട്. ഐ ഹാവ് സ്ട്രൈപ്സ് ഓൺ മൈ ബോഡി. എൻ്റെ ബോഡിന്റെ മേലെ എന്തുണ്ട്? ഫുള്ള് ലൈൻസ് ഉണ്ട്. നമുക്കറിയാം കുതിരന്റെ ഷേപ്പും ഉണ്ട്, ബോഡിൽ നിറച്ചും എന്താണ് വരകളും ഉള്ളതാരാ? യെസ്, ഇറ്റ് ഈസ് സിബ്ര. ആരത്? സീബ്ര ആണല്ലേ. അപ്പൊ നമുക്ക് മൊത്തം ആനിമൽസിനെ കിട്ടിയില്ലേ? യെസ്, നമുക്ക് കിട്ടിയില്ലേ. നെക്സ്റ്റ് വി ഹാവ് എ ടാസ്ക്. ഐഡന്റിഫൈ ദിസ് ആനിമൽ. ഏതാണ് ഈ ആനിമൽ? നമ്മോട് ചോദിക്കാണ് ദിസ് ആനിമൽ. നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് എ ടൈഗർ. വാട്ട് ഈസ് ദിസ്? ഹൗ വിൽ ഹി ടോക്ക് അബൌട്ട് ഹിംസെൽഫ്? റൈറ്റ് ഇറ്റ് ഡൗൺ. എങ്ങനെയാണ് ടൈഗർ നമ്മളോട് ചോദിക്കാം? എന്നെ കണ്ടുപിടിക്കുന്നുള്ള ടൈഗർ എന്ത് പറയാ? എന്താണ്? നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഐ ലുക്ക് ലൈക്ക് എന്താണ് എ ക്യാറ്റ്, but I have stripes on my body, but I'm not in size as a cat. I'm much bigger than him. അല്ലേ? എന്നെ കാണാൻ എന്താണ്? പൂച്ചയെ പോലെയാണ്. പക്ഷെ എനിക്ക് എന്തുണ്ട്? മേലെ നിറച്ചും സ്ട്രൈപ്സ്, വരകളുണ്ട്. പക്ഷെ വലിപ്പത്തിന്റെ കാര്യത്തിൽ എന്തല്ല, ഞാനൊരു പൂച്ചയെ പോലെയല്ല. മച്ച് ബിഗർ, വലുതാണ് അല്ലേ. I can say that, no? Yes. നെക്സ്റ്റ് നമ്മൾ എന്താ ആക്ടിവിറ്റി ഇവിടെ തന്നിരിക്കുന്നത്? ആക്ടിവിറ്റി 3 എന്താ? ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ഓഫ് ആനിമൽസ്. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ഓഫ് ആനിമൽസ്. ദേ ആർ സ്പീക്കിംഗ് അബൌട്ട് ദെംസെൽവ്സ്. ഈ ആനിമൽസ് ഒക്കെ എന്താണ്? അവരെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? നമ്മളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സെലക്ട് ദ ആപ്പ് സൗണ്ട്സ് ഫ്രം ദ ബോക്സ്, റൈറ്റ് അബൌട്ട് ദം. നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ആനിമൽസിനും നമുക്കറിയാം ഇംഗ്ലീഷിൽ ആനിമൽസിന്റെ സൗണ്ടിനൊക്കെ എന്തുണ്ട്? പ്രത്യേകതരം പേരുകളുണ്ട്. മലയാളത്തിൽ നമ്മൾ എന്ത്? ആട് കരയുന്നു, പൂച്ച കരയുന്നു, പട്ടി കരയുന്നു എന്ന് പറയും. പക്ഷേ പട്ടിക്കുള്ളത് യെസ്, പട്ടിയെ നമ്മൾ ബോബോ എന്ന് പറയും, പൂച്ച മ്യാവ് മ്യാവ് എന്ന് പറയും, ആടിന് മേ എന്ന് പറയും, പശു അമ്പോ പറയും. ശരിയാലോ? നമുക്ക് മലയാളത്തിലുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പൊ അതേപോലെ നമുക്ക് എന്തുണ്ട്? ഇംഗ്ലീഷിലും ഓരോ ആനിമൽ കരയുന്നതിനും എന്തുണ്ട്? പലതരത്തിലുള്ള പേരുകളുണ്ട്. ലെറ്റ്സ് ലേൺ ദാറ്റ് ടുഗദർ. ഇവിടെ നോക്കിയേ, ഐ ആം എ ലയൺ. ഫസ്റ്റ് തന്നെ നമ്മുടെ രാജാവാണ് വന്നിരിക്കുന്നത്. ഐ ആം എ ലയൺ. ഐ ക്യാൻ റോർ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗർജിക്കാൻ പറ്റും. റോർ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെയല്ലോ അല്ലേ? അതെന്ത് ചെയ്യും? ഗർജിച്ചാര് വരും? സിംഹം വരും അല്ലേ? അപ്പൊ ഐ ക്യാൻ റോർ എന്നാണ് എന്ത് പറയുന്നത്? നമ്മുടെ ലയൺ നമ്മളോട് പറയുന്നത്. നെക്സ്റ്റ് വൺ ആരാ? ഐ ആം എൻ എലിഫന്റ്. ക്യൂട്ട് എലിഫന്റ് അല്ല ഇവിടെ തന്നിരിക്കുന്നത്. ഐ ക്യാൻ എന്താ പറയുന്നത്? ട്രംപറ്റ് അല്ലേ? എന്താണ്? നമ്മൾ എലിഫന്റ് ഇങ്ങനെ ഊതൂലേ, തുമ്പിക്കൈ പൊന്തിച്ചിട്ട്. അതിന് നമ്മൾ എന്താ പറയാ ഇംഗ്ലീഷില്? ഇറ്റ് ഇസ് trumpet. എന്താ പറയാ? trumpet. So I am an elephant and I can trumpet എന്ന് നമ്മൾ എന്ത് പറയും? എലിഫന്റിന്റെ സൗണ്ടിന് നമ്മൾ പറയും. നെക്സ്റ്റ് വൺ, ഐ എം എ bear. ഞാൻ എന്താണ്? ഞാനൊരു കരടിയാണ്. എന്നിട്ട് കരടിന്റെ ശബ്ദത്തിൽ നമ്മൾ എന്ത് പറയും? ഐ ക്യാൻ ഗ്രൗൾ എന്നാണ് പറയാ. കരടിയും എന്ത് ചെയ്യും? നല്ല നൈസായിട്ട് ഓരിയിടും എന്ന് പറഞ്ഞിട്ട് ഓടിയിടും. അപ്പൊ നമ്മൾ അതിനെന്താ പറയാ? കരടിന്റെ ശബ്ദം ഉണ്ടാക്കി നമ്മൾ എന്ത് പറയും? യു ക്യാൻ സേ ഗ്രൗൾ എന്നാണ് നമ്മൾ പറയാ. നെക്സ്റ്റ് വൺ വി ഹാവ് നമ്മുടെ കുറുക്കച്ചൻ, കൗശലക്കാരൻ, ബുദ്ധിമാൻ. ഐ ആം എ ഫോക്സ്. ഐ ക്യാൻ എന്താണ്? ഹൗൾ. എന്താണ്? കുറുക്കൻ ഓടിയിടുന്നേ നമ്മൾ എന്ത് പറയും? ഐ ക്യാൻ ഹൗൾ എന്നാണ് നമ്മൾ പറയാ. ഹൗൾ. ഓക്കെ, മറന്നു പോകരുത്. ഹൗൾ എന്നാണ് നമ്മൾ പറയാ. അടുത്ത് നോക്കി ആരാ പത് നിൽക്കുന്ന ഇവിടെ? ഐ ആം എ കൗ. ഞാൻ ആരാണ്? ഞാനൊരു പശുവാണ്. ഐ ക്യാൻ. പശു എന്ത് ചെയ്യും? പശു വെറുതെ ഇരിക്കും. ബാക്കിയുള്ളവരൊക്കെ കരയുമ്പോ പശു മാത്രം വെറുതെ ഇരുന്ന മോശല്ലേ? നോ. അപ്പൊ പശു എന്ത് ചെയ്യും? പശു കരയും. പശു എങ്ങനെയാ കരയാ? പശു കരയിൽ ഇങ്ങനെയാ. അമ്മേ. അത് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? ഇംഗ്ലീഷിൽ നമ്മൾ പറയും ബെലോ. അപ്പൊ മലയാളത്തിലാവുമ്പോൾ നമുക്ക് അതിലൊരു താളമുണ്ടല്ലേ, അമ്മേ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ അറിയാം? ബെലോ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ താളം ഉണ്ടാക്കാം. ബട്ട് ഇംഗ്ലീഷ് വേർഡ് എന്താണ്? It
is below. Okay, അപ്പൊ നോക്കി നമ്മുടെ പശുവിന്റെ സൗണ്ട് നമ്മൾ എന്താ പറയാ? We can call എന്താണ് below. Okay അല്ലേ? അടുത്ത് നോക്കിയേ, യെസ്, ആരാണ് ചിറി പറി പോരി എന്താണ് തീപ്പൊരി പറിച്ചു പോകുന്നത്? I am a horse. ഞാനൊരു കുതിരയാണ്. I can neigh. കുതിരന്റെ ശബ്ദം എനിക്ക് അറിയില്ല, പരിചയമില്ല, അതുകൊണ്ട് എനിക്കത് ആക്ട് ചെയ്യാൻ അറിയില്ല. ഓക്കെ, എന്നിരുന്നാലും ഞാൻ നിങ്ങളെ പഠിപ്പിക്കാതെ പോകുന്നില്ല. കുതിരയുടെ ശബ്ദത്തിന് നമ്മൾ എന്താ പറയാ? We can call it as neigh. നമ്മൾ എന്ത് പറയും? neigh എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, സോ കുതിരയുടെ ശബ്ദം ഉണ്ടാക്കുന്നത് we can call neigh എന്നാണ് പറയാം. നെക്സ്റ്റ് we have activity 4. നമുക്ക് അടുത്തത് എന്താണ്? activity 4. Let's see what's the question. See what the fighters are doing. You can select words from the box to write the sentences. One is 10 for you. കുറച്ച് ആനിമൽസ് അടി കൂടാൻ പോവാണ്. എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഈ നോക്കി ഇവിടെ ഈ ബോക്സ് നോക്കി നമ്മൾ പറയണം. Let's see. നോക്കി ഇവിടെ ലയൺ എന്ത് ചെയ്യാണ്? നല്ലൊരു ചവിട്ടം അങ്ങോട്ട് ആർക്ക് വെക്കാണ്? ഈ നമ്മുടെ എലിഫന്റിന് 4 ചവിട്ടം എന്ത് ചെയ്യണം? അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ദ ലയൺ ഈസ് ഹീറ്റിംഗ് ദ എലിഫന്റ് അല്ലേ? നല്ലൊരു എന്താണ് അടി അങ്ങോട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഹീറ്റിംഗ് അല്ലേ? നല്ല അടി വെച്ച് കൊടുക്കുന്നുണ്ട് ആര്? സോ നമ്മൾ എന്ത് പറയും? ദ ലയൺ ഈസ് ഹീറ്റിംഗ് ദ എലിഫന്റ്. ഇടിക്കുന്നതിന് നമ്മൾ എന്താ പറയാ? ഹിറ്റിംഗ്. ഓക്കെ, അപ്പൊ ഇടിക്കുന്ന എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചല്ലോ. ഹിറ്റിംഗ്. മൈ ഫ്രണ്ട് ഷീസ് ഹിറ്റിംഗ് മീ ഓൾ ദ ടൈം. അവൾ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും. മൈ മദർ ഷീ യൂസ് ടു ഹിറ്റ് മീ സം ടൈംസ്. ഞാൻ കുരുത്തക്കേട് കളിച്ച എന്റെ അമ്മ ചിലപ്പോൾ എന്നെ അടിക്കും അല്ലേ? അപ്പൊ ഹിറ്റ് എന്ന് പറഞ്ഞ എന്താണ്? അടിക്കുക. നെക്സ്റ്റ് വൺ നോക്കിയേ, ദ ടൈഗർ ഈസ് ബൈറ്റിംഗ് ദ ലയൺ. എന്താണ്? ടൈഗർ നല്ല ശക്തമായിട്ട് പിടിച്ച് തിന്നിട്ടുണ്ട് നമ്മുടെ സിംഹത്തിന്റെ കാലിലെ. ദ ടൈഗർ ഈസ് ബൈറ്റിംഗ് ദ ലയൺ അല്ലേ? ബൈറ്റിംഗ് പറഞ്ഞ എന്താണ്? ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കടിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ടൈഗർ എന്ത് ചെയ്യുന്നുണ്ട്? സിംഹത്തിന്റെ കാല് കടിച്ച് പിടിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ നോക്കിയേ, ദ ഹോഴ്സ് ഈസ് കിക്കിംഗ് ദ ബഫല്ലോ. ഇവിടെ ഹോഴ്സ് എന്ത് ചെയ്യാണ്? നല്ല ചവിട്ടാ കൊടുക്കണം. നല്ല ശക്തിയില്. കുതിരക്ക് നല്ല ശക്തിയല്ലേ? നല്ല ശക്തിയിൽ എന്ത് ചെയ്യാണ്? നല്ലൊരു ചവിട്ടൻ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങ് കൊടുക്കുന്നുണ്ട് അല്ലെ? നെക്സ്റ്റ് വൺ നോക്കിയേ, കൊടുക്കുക എന്ന് മീൻസ് ഇവിടെ ചവിട്ടുന്നതിന് എന്താ പറയാ? കിക്കിംഗ്. കിക്ക് ദ ബോൾ നമ്മൾ പറയില്ലേ? ബോൾ അങ്ങ് ചവിട്ടല്ലേ? കിക്ക് ദ ബക്കറ്റ് എന്ന് പറയും. അതിന് വേറെ അർത്ഥമാണ്. ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വലിയ ക്ലാസ്സിൽ മിസ് പഠിപ്പിച്ചു തരാം. അപ്പൊ ഇവിടെ കിക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ചവിട്ടുക, നൈസായിട്ട് ചവിട്ടാം. നെക്സ്റ്റ് വൺ, ദ ഓക്സ് ഈസ് ബാറ്റിംഗ് ദ ജിറാഫ്. നോക്കി ഇവിടെ, ദ ഓക്സ് ഈസ് ബാറ്റിംഗ് ദ ജിറാഫ്. നമ്മൾ ബട്ട് പറയാറുണ്ട്, ബട്ടക്സ് പറയാറുണ്ട്, പക്ഷെ ഇതാ ഒരു ബട്ട് ഒന്നുമല്ല. ദിസ് ബട്ട് ഇസ് എന്താണ്? നിങ്ങൾ ചോദിക്കും ബട്ട് എന്ന് പറയും, പക്ഷേ ബട്ടക്സ് നമ്മൾ കേൾക്കാറുണ്ട്, അതുമല്ല. ദിസ് ഈസ് സംതിങ് എൽസ്. ദിസ് ബട്ട് മീൻസ് BUTT. ദിസ് ബട്ട് മീൻസ് ഉന്തുക. ഓക്കെ, നല്ലോണം നമ്മൾ പുഷ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ? ഇവിടെ എന്താണ്? ബട്ടിംഗ് എന്ന് പറയാം. അപ്പൊ ഇവിടെ നോക്കിയേ, നല്ലൊരു കുത്തൻ എന്ത് ചെയ്യുന്നുണ്ട്? ആളങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട് ജിറാഫിനെ അല്ലേ? ദ ഓക്സ് ഈസ് ബട്ടിംഗ് ദ ജിറാഫ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത താരം നിൽക്കുന്നത് നമ്മുടെ കുറുക്കനും പൂച്ചയുമാണ്. രണ്ടുപേരും കള്ളന്മാരാ അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയേ, എന്താ ചെയ്യുന്നത്? നമ്മുടെ കുറുക്കൻ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല നൈസായിട്ട് തോപ്പിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്, ആകാശത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. എറിയുന്നതിന് നമ്മൾ എന്താ ഇംഗ്ലീഷ് പറയാ? മലയാളത്തിൽ നമ്മൾ എറിയുന്നു പറയുന്നു, വലിച്ചെറിയുന്നു പറയുന്നു, ചാടിക്കുന്നു എന്ന് പറയുന്നു. എന്തോ ആവട്ടെ, ഇംഗ്ലീഷ് ഒറ്റ വാക്കുകളുള്ളൂ. ത്രോ. എന്താ? ത്രോ. സോ എന്താണ്? ദ ഫോക്സ് ഈസ് ത്രോയിങ് ദ കാറ്റ്. പൂച്ച എന്ത് ചെയ്യുന്നു? ആകാശത്തേക്ക്, സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നു. നോക്കൂ ഇവിടെ, ദ ഫോക്സ് ഈസ് ത്രോയിങ് ദ കാറ്റ് എന്ന് നമുക്ക് പറയാം. അത്രയല്ലേ ഉള്ളൂ. നമുക്ക് പസിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പാഠത്തിൽ അത്രയല്ലേ തന്നിട്ടുള്ളൂ? എളുപ്പമായില്ലേ? അപ്പൊ നോക്കിയേ, നിങ്ങൾ ഇനി ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം. കാരണം മിസ് എത്ര നല്ല അടിപൊളിയായിട്ട് മിസ് പഠിപ്പിച്ചെന്ന് നിങ്ങൾ കണ്ടോ? മറക്കാൻ പാടില്ല മിസ്സിന്റെ മുഖം. ഓക്കെ, സോ അപ്പൊ എന്താണ്? നമ്മൾ ഈ ഒരു ആക്ടിവിറ്റീസ്, പസിൽ ടൈപ്പ് ആക്ടിവിറ്റീസ് ഇന്ന് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചല്ലേ? ഇനി നമുക്ക് എന്തുണ്ട്? വേറെയും ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസുമായിട്ട് മിസ് എന്ത് ചെയ്യും? അടുത്ത വീഡിയോയിൽ വരും. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാം? ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ബി വിത്ത് us, ബി വിത്ത് സാലം, ബി വിത്ത് യുവർ അനു മിസ്. ഓക്കെ, താങ്ക് യു.